ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് തവാങ്ങിലാണ്. അത് നിങ്ങൾ കേട്ട് കാണും, അരുണാചൽ പ്രദേശിലെ തവാങ്. പൊതുവേ ഹണിമൂൺ സ്പോട്ടായിട്ടും അല്ലെങ്കിൽ ടൂറിസ്റ്റ് സ്പോട്ടായിട്ടൊക്കെ അറിയപ്പെടുന്ന ഇതായിരുന്നു തവാങ്. എല്ലാവർക്കും അറിയായിരിക്കും. ബൈക്കേഴ്സിൻ്റെ ഒക്കെ പറുദീസയാണ്, പ്രത്യേകിച്ച് മഞ്ഞുകാലങ്ങളിൽ റൈഡേഴ്സിൻ്റെ ഒക്കെ പറുദീസയായിട്ട് കണക്കാക്കപ്പെടുന്നതാണ് തവാങ്. തവാങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ ആർമിയുടെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് തവാങ്. അതിലൊന്നാണ് ഈ തവാങ് വാർ മെമ്മോറിയൽ. അപ്പോൾ ഇതാണ് തവാങ് വാർ മെമ്മോറിയൽ. നമ്മളെ 1962 ഇന്തോ ചൈന യുദ്ധത്തിൻ്റെ സ്മരണയ്ക്കായിട്ട്, അതായത് ആ യുദ്ധത്തിൽ പങ്കെടുത്ത് വീരമൃത്യു മരിച്ച, കൃത്യമായിട്ട് പറഞ്ഞാൽ 2420 ഇന്ത്യൻ സൈനികരായിരുന്നു ഈ ഒരു യുദ്ധത്തിൽ വീരമൃത്യു മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സ്മരണാർത്ഥമാണ് ഈ ഒരു വാർ മെമ്മോറിയൽ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇതിന് ചുറ്റും നിങ്ങൾ ഈ കാണുന്ന പതാകകൾ, അത് ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ്, അതുപോലെ മറ്റ് യുദ്ധങ്ങളിൽ പങ്കെടുത്ത മറ്റ് ആർമി യൂണിറ്റുകളുടെ പതാകകളാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് 2420 ഓഫീസേഴ്സ്, JCOs, അതുപോലെ മറ്റ് റാങ്കുകളിലുള്ള പട്ടാളക്കാരുടെ സ്മരണാർത്ഥമാണിത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്ന ആരോ കുറേ പേര് റീത്തുകൾ വെച്ച് സ്മരണ പുതുക്കിയതാണ് ഇത് കാണുന്നത്. തികച്ചും ബുദ്ധിസ്റ്റ് പരമായിട്ട് അവരുടെ ആർക്കിടെക്ചറിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വാർ മെമ്മോറിയലാണിത്. നിങ്ങൾക്കിത് കാണാൻ പറ്റും. നോർത്ത് ഈസ്റ്റിലൊക്കെ പലരും ആദ്യം വരുന്നവരൊക്കെ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും. ഇതിനൊക്കെ എല്ലാവരും മന്ത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കാറ്റ് വരുമ്പോൾ ഇങ്ങനെ ഇത് കറങ്ങും. അപ്പോൾ ആ മന്ത്രങ്ങൾ നമ്മളുടെ ഈ പരിസരത്ത് മൊത്തം വ്യാപിക്കും എന്നാണ് ഇവരുടെ ഒരു ഇത്. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ യുദ്ധത്തിൽ വീരമൃത്യു മരിച്ച എല്ലാവരുടെയും പേരും, അതായത് കൃത്യമായി പറഞ്ഞാൽ 2420 പേരുടെ പേരുകൾ ഇവിടെ കൃത്യമായിട്ട് ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്, ചുമരിൻ്റെ 4 സൈഡിലുമായിട്ടും. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 9 പഞ്ചാബ്, അത് അവരുടെ യൂണിറ്റിൻ്റെ പേരാണ്. പിന്നെ അതുപോലെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, 10 ഒക്ടോബർ 62, താഴെ 21 ഒക്ടോബർ 62. പിന്നെ ചുമരുകളിലൊക്കെ ഈ പറഞ്ഞ പോലെ ബുദ്ധിസ്റ്റ് അവരുടെ ആ ഒരു ചിത്രങ്ങൾ, ചുമർ ചിത്രങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗത്തുള്ള ഒരു ചെറിയൊരു മ്യൂസിയം പോലെയുള്ള ഇതാണ് സുബേദാർ ജോഗിന്ദർ സിംഗ് വാർ മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ, ഇതാണ് സുബേദാർ ജോഗിന്ദർ സിംഗ്, അവരുടെ ഒരു ശില്പം ഇവിടെയുണ്ട്. പിന്നെ അതുപോലെ ആ യുദ്ധങ്ങളും അതുപോലെ ആ സ്ഥലങ്ങൾ, അന്ന് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, പിന്നെ ആ മാപ്പ്, എവിടെയാണോ ആ യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ മാപ്പ് എല്ലാം കൃത്യമായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോവും ഇതിലുള്ള വിവരണങ്ങളൊക്കെ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ തന്നെ കൃത്യമായിട്ട് ആ യുദ്ധത്തിൻ്റെ ചിത്രം നമ്മളുടെ മനസ്സിൽ പതിഞ്ഞു വരുന്നതാണ്. ഈ ഒരു സ്മാരകം പണി കഴിപ്പിക്കുമ്പോൾ ഇവിടെ അരുണാചൽ പ്രദേശിലെ ലോക്കൽ, അതായത് സ്ഥാനീയമായിട്ട് താമസിക്കുന്ന തവാങ്ങിലെ ഒരുപാട് പേരും അവരുടെ കൂടെ സഹായങ്ങളും സംഭാവനകളും ഉണ്ടായിരുന്നിട്ടുണ്ട്. എന്തൊക്കെയോ കല്ലുകളായാലും അതുപോലെ ബാക്കി സാധനങ്ങളും ഇതൊക്കെ ആയിട്ട് ഒരുപാട് സംഭാവനകൾ അവർ നൽകിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ വേറൊരു ഭാഗത്ത് വേറെ ഒരു മറാഠ റെജിമെൻറ്റിൻ്റെ ഇതാണ് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാം ചുവരിലെ 3 സൈഡിലും 4 സൈഡിലും തന്നെ പറയാം നമുക്ക്. ഇതുപോലെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ ആലേഖനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ, ഈ റൂമിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിലും അതുപോലെ ഓരോ ഇതൊക്കെ കാണുന്നുണ്ട്. ഇവിടെ മാപ്പുണ്ട്, ഡിപ്ലോയ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ ആർമി 1962, ഇന്തോ ചൈന, ഭൂട്ടാൻ, അതിൻ്റെ മാപ്പും. അതുപോലെ പിന്നെ ഇവിടെ ഒരു ശേഷിപ്പുകൾ, പട്ടാളക്കാർ ഉപയോഗിച്ച മഗ്, അതുപോലെ ഭക്ഷണത്തിൻ്റെ ഒരു ടിഫിൻ ബോക്സാണ്. പിന്നെ അതുപോലെ ഹെൽമെറ്റ്, വെടിയുണ്ട തുളഞ്ഞു കയറി ദ്വാരം വന്നിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നേരത്തെ അതേപോലെയുള്ള തന്നെ വിവരണങ്ങളെല്ലാം ഫോട്ടോ ഇതിലും അല്ലാതെ ഇവിടെ ഉണ്ട്. അതൊക്കെ വായിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. അതുപോലെ ഇവിടെയുണ്ട് ആ ഹെൽമെറ്റുകളും, പിന്നെ
തോക്കിലിടുന്ന തിരകൾ. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്, തവാങ് വാർ മെമ്മോറിയൽ വിസിറ്റർ ബുക്ക് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ താഴെ ഇതുപോലെ ഒരുപാട് രജിസ്റ്റേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ആൾക്കാരുടെ പേരും അവരുടെ ഇതൊക്കെ എഴുതുന്നതാണ്. നമ്മളുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം സാറും അവരൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പൊതുവെ ആരും തവാങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതൊന്നും അത്ര പറഞ്ഞു കേൾക്കത്തില്ല. പൊതുവേ നമ്മളെ ഒരു ഹണിമൂൺ സ്പോട്ടും അല്ലെങ്കിൽ ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ ആയിട്ടാണ് ഇതിനൊക്കെ കരുതുന്നത്. പക്ഷെ ഇതുപോലെയുള്ള ഒരുപാട് നമ്മൾ തവാനങ്ങോട്ട് വരുന്ന വഴിയിലായാലും തന്നെ ഒരുപാട് ആർമി യൂണിറ്റുകളും ഇതുപോലെയുള്ള വാർ മെമ്മോറിയലും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ പ്രകൃതി രമണീയത കൂടി ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ളത് കൂടി നിങ്ങളിവിടെ വരുമ്പോൾ ഉൾപ്പെടുത്തിയാൽ നമ്മളുടെ മുമ്പേ ഉണ്ടായിരുന്ന സൈനികരും അവരുടെ ജീവിതവും അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റും അരുണാചൽ പ്രദേശും തവാങ്ങൊക്കെ യാത്ര പ്ലാൻ ചെയ്യുന്നവർ ഈ ഒരു ഇതുകൂടി അവരുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ നല്ലതായിരിക്കുമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഇവിടെ എന്ന് വെച്ചാൽ ഇതിപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ 10,000 അടി ഉയരത്തിലാണ് തവാങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. ഓക്സിജൻ കുറവാണ്, നമുക്ക് അല്ലാതെ ഹെൽത്ത് ഇഷ്യൂകളൊക്കെ വരാം ഇവിടെ വരുമ്പോൾ. അപ്പോൾ അതൊക്കെ കണ്ടിട്ടും അറിഞ്ഞിട്ടൊക്കെ വേണം ആൾക്കാർ വരുമ്പം അത്യാവശ്യം വേണ്ടുന്ന ഡ്രസ്സുകളും വിൻ്റർ ഡ്രസ്സുകളായാലും മുൻകരുതലുകളെല്ലാം എടുത്തിട്ട് വേണം വരാൻ. പ്രത്യേകിച്ച് തണുപ്പ് സമയങ്ങളിലൊക്കെ വരുമ്പോൾ മഞ്ഞ് വീഴ്ചയും റോഡ് ബ്ലോക്ക്, പിന്നെ മഴക്കാലമൊക്കെ ആണെങ്കിൽ പിന്നെ ലാൻഡ് സ്ലൈഡ് അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അറിഞ്ഞ് കറക്റ്റ് ഒരു പ്ലാനൊക്കെ ആക്കിയിട്ട് വേണം ഈ സൈഡൊക്കെ വിസിറ്റ് ചെയ്യാൻ വരാൻ. ഇനി ഇത് കൂടാതെ ഇതിൻ്റെ സൈഡിൽ മോൾ ഭാഗത്ത് ഒരു ലൈറ്റ് ഷോ നടക്കാറുണ്ട് രാത്രിക്ക്. അതും വിസിറ്റേഴ്സ്, അതായത് ടൂറിസ്റ്റുകൾ അവർ ഇതൊക്കെ ഉള്ളത് പോലെയാണ്. ആൾക്കാർ കൂടുതലാണെങ്കിൽ 2-3 ഷോ ഒക്കെ ഉണ്ടാവും. പിന്നെ അതുകൂടാതെ ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും, അതൊരു വാർ മ്യൂസിയം ആണത്. മ്യൂസിയം, പഴയ സാധനങ്ങൾ ഇതൊക്കെ വെച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള നല്ല ഇതുകൂടിയാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മളെ തവാങ് വാർ മെമ്മോറിയലിൻ്റെ വിശേഷങ്ങൾ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതിനും മുന്നേ എല്ലാവർക്കും നമസ്കാരം.